ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശ്ശൂരിലെ വിഷയം കൊണ്ടുവന്നു. അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടവും അന്ന് എടുത്തത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അവിടെ വിജയിച്ച MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട്. അവരത് പറഞ്ഞേ മതിയാവും, അവരത് പറയണം. വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇന്നലെ ഒരു സ്ത്രീ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അവരുടെ വീടിന്റെ അഡ്രസ്സിൽ വേറെ വോട്ട് ചേർത്തേക്കാണ്. അവരറിഞ്ഞിട്ട് പോലില്ല, അഡ്രസ്സിൽ ചേർത്തിരിക്കുക. അന്ന് കോൺഗ്രസിന്റെ ഏജന്റുമാര് മറ്റേ ബൂത്തുകളിലെ പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ 9 വോട്ട് ആ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയത്. അപ്പോഴാണ് പരാതി കൊടുത്തത്. അപ്പോഴാണ് കളക്ടർ പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് വന്നു, എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, അവിടെ നടന്നിട്ടുണ്ട്. വ്യാപകമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈമാണ്. അപ്പൊ അതിൻ്റെ അകത്തൊരു പൂർണ്ണമായ പരിശോധന നടപ്പാകണം. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം. അതിന് സംസ്ഥാന ഗവൺമെന്റ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം. ഒരു വലിയൊരു അന്വേഷണം തൃശ്ശൂരിലെ കാര്യത്തിൽ നടത്തണം. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.